അപ്പോൾ ഇട്ട് ഓടിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായുള്ള പ്രശ്നം വരുന്നത് വീട് മുഴുവൻ കത്തിച്ചാമ്പലാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഫ്ലെയിം കെടുത്തി രണ്ടുപേര് കൂടിപ്പിടിച്ച് ഈ സിലിണ്ടറിനെ വീടിന് വെളിയിലേക്ക് കൊണ്ടുപോയി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ 5 രീതിയിൽ ഈ ഫ്ലെയിമിനെ ഇല്ലാതാക്കാം. നമുക്ക് സിമ്പിളായ മറ്റൊരു മാർഗമുണ്ട്. ഇതുപോലെ തന്നെ പിറകിലൂടെ ചെന്ന് ഒരു വിരൽ മാത്രം വെക്കുക. ഒരു ഒഴിഞ്ഞ കാലി പെയിന്റ് ബക്കറ്റ്, സാധാരണ പ്ലാസ്റ്റിക് ബക്കറ്റ് അല്ല, പ്ലാസ്റ്റിക് ബക്കറ്റ് ആണെങ്കിൽ ഉരുകി പോകും. പെയിന്റ് ബക്കറ്റ് എടുക്കുക. പെയിന്റ് ബക്കറ്റ് ശക്തമായിട്ട്. മറ്റൊരു കാര്യം, ഈ സിലിണ്ടറിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. നമ്മൾ പലരും അങ്ങാടിയിൽ നിന്ന് പല സാധനങ്ങൾ മേടിക്കുമ്പോഴും അതിൻ്റെ എല്ലാം എക്സ്പയറി ഡേറ്റ് നോക്കാറുണ്ട്. പക്ഷെ ഗ്യാസ് സിലിണ്ടർ എക്സ്പയറി ഡേറ്റ് ആരെങ്കിലും നോക്കാറുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. മിക്കവാറും ആളുകൾക്കൊന്നും ഇതിനെക്കുറിച്ച് ധാരണയില്ല. അപ്പോൾ ഇനി നമ്മൾ നാളെ മുതൽ പുതുതായിട്ട് സിലിണ്ടർ മേടിക്കുന്ന സമയത്ത് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ആണ് നോക്കേണ്ടത്. ഒരിക്കലും നല്ല കളറോ ചന്തമോ അല്ല. അപ്പോൾ എങ്ങനെയാണ് എക്സ്പയറി ഡേറ്റ് നോക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കുക. ഗ്യാസ് ഇല്ലാത്ത വീടുകൾ അപൂർവമാണ്. അപ്പോൾ ഗ്യാസ് കൊണ്ട് നമ്മൾ പല അപകടങ്ങളും പല വീടുകളിലും സംഭവിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഗ്യാസ് കൊണ്ട് ഇത്തരത്തിലുള്ള അപകടങ്ങൾ എങ്ങനെ നമുക്ക് തരണം ചെയ്യാം? ഗ്യാസ് സിലിണ്ടർ വീട്ടിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കത്തിക്കൊണ്ടിരിക്കുന്ന ഗ്യാസിന് എങ്ങനെയാണ് ഈ ഫ്ലെയിമിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നോക്കേണ്ടത്. അപ്പോൾ 5 രീതിയിൽ നമുക്ക് ഈ ഫ്ലെയിം ഇല്ലാതാക്കി സുരക്ഷിതമായി വീടിന് വെളിയിലേക്ക് കൊണ്ടുപോയി വെക്കാം. സാധാരണയായിട്ട് ഈ ഫ്ലെയിം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും ഇട്ട് ഓടുക ചെയ്യാം. അപ്പോൾ ഇട്ട് ഓടിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായുള്ള പ്രശ്നം വരുന്നത് വീട് മുഴുവൻ കത്തിച്ചാമ്പലാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഫ്ലെയിം കെടുത്തി രണ്ടുപേര് കൂടിപ്പിടിച്ച് ഈ സിലിണ്ടറിനെ വീടിന് വെളിയിലേക്ക് കൊണ്ടുപോയി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ 5 രീതിയിൽ ഈ ഫ്ലെയിമിനെ ഇല്ലാതാക്കാം. ആദ്യത്തെ രീതി ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയാണ്. ഈ കത്തുന്ന ഭാഗത്തിലൂടെ അല്ല വരേണ്ടത്, മറിച്ച് തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിൽ വന്ന് റെഗുലേറ്റർ ഓഫ് ചെയ്യാൻ പറ്റുമെങ്കിൽ റെഗുലേറ്റർ അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ റെഗുലേറ്റർ ഓഫ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ സിലിണ്ടറിൻ്റെ ഫ്ലെയിം ഇല്ലാതാക്കി രണ്ടുപേര് കൂടി ചേർന്ന് പിടിച്ച് വീടിന് വെളിയിലേക്ക് കൊണ്ടുപോയി വെക്കാം. ഇനി റെഗുലേറ്റർ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് സിമ്പിളായ മറ്റൊരു മാർഗമുണ്ട്. ഇതുപോലെ തന്നെ പിറകിലൂടെ ചെന്ന് ഒരു വിരൽ മാത്രം വെക്കുക. ആ നോബിൻ്റെ മുൻഭാഗത്തായിട്ട് നോബിൽ ഒരു വിരൽ മാത്രം വെച്ച് നമുക്ക് ആ ഫ്ലെയിമിനെ ഇല്ലാതാക്കാം. വേണമെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരാം. ഒന്നുകൂടി കത്തിച്ചോളൂ. ഇതുപോലെ പിറകിലൂടെ വരിക. പിറകിലൂടെ വന്ന് കറക്റ്റായിട്ട് ആ നോബിൽ കറക്റ്റായിട്ട് കൈവച്ചു നമുക്ക് ആ വിരലിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഫ്ലെയിമിനെ ഇല്ലാതാക്കാം. ഫ്ലെയിം കട്ടതിന് ശേഷം സിലിണ്ടർ നമുക്ക് വെളിയിലേക്ക് കൊണ്ടുപോയി വെക്കാം. ഇനി അതുമല്ല എങ്കിൽ മൂന്നാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കത്തിക്കൊണ്ടിരിക്കെ ഒരു പുതപ്പോ അതുപോലെ തന്നെ തുണിയോ എടുത്ത് നനച്ചത് പൊത്തി വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിമിനെ കെടുത്താൻ കഴിയും. അതിനുശേഷം നമുക്ക് ഈ സിലിണ്ടറിനെ പുറത്തേക്ക് കൊണ്ടുപോയി വെക്കാം. ഇനി അതോടൊപ്പം തന്നെ 4ാമത്തെ രീതിയാണ് ഇതുപോലെ ഒരു ഒഴിഞ്ഞ കാലി പെയിന്റ് ബക്കറ്റ്, സാധാരണ പ്ലാസ്റ്റിക് ബക്കറ്റ് അല്ല, പ്ലാസ്റ്റിക് ബക്കറ്റ് ആണെങ്കിൽ ഉരുകി പോകും. പെയിന്റ് ബക്കറ്റ് എടുക്കുക. പെയിന്റ് ബക്കറ്റ് ശക്തമായിട്ട് അടിച്ച് നമ്മളെ കമഴ്ത്തി വെക്കുന്നു. എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫ്ലെയിം കെട്ടിട്ടുണ്ടാവും. നമുക്ക് റെഗുലേറ്റർ ഓഫ് ചെയ്യാൻ പറ്റുമെങ്കിൽ റെഗുലേറ്റർ ഓഫ് ചെയ്ത് സിലിണ്ടർ വെളിയിലേക്ക് കൊണ്ടുപോയി വെക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ അവസാന രീതിയാണ് ഈ പുതപ്പ്, അതായത് സുഷിരമില്ലാത്ത ഓട്ടയില്ലാത്ത പുതപ്പ് എടുക്കുക. അത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ നനയ്ക്കുക. വെള്ളത്തിൽ നനച്ചതിന് ശേഷം ഒരു 3 ചുറ്റ്, അതായത് മുകൾ ഭാഗം കവർ ചെയ്യുന്നു, ഒന്ന് ലെഫ്റ്റിലേക്കും ഒന്ന് റൈറ്റിലേക്കും, ഈ കാണുന്ന രീതിയിൽ ഇതുപോലെ നമ്മൾ പെട്ടെന്ന് ചുറ്റുന്നു. വെള്ളം നനച്ചതിന് ശേഷം ആ ചുറ്റിയതിന് ശേഷം 2-3 സെക്കൻഡ് കഴിഞ്ഞ് തുണി മാറ്റുക. ഫ്ലെയിം കെട്ടിട്ടുണ്ടാവാം. രണ്ടുപേര് സുരക്ഷിതമായി പിടിച്ച് വീടിന് വെളിയിലേക്ക് കൊണ്ടുപോയി വെക്കാം. ഇതാണ് 5 രീതിയിലുള്ള തീ കെടുത്താനുള്ള മാർഗങ്ങൾ. ഇനി അതോടൊപ്പം തന്നെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഈ സിലിണ്ടറിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. നമ്മൾ പലരും അങ്ങാടിയിൽ നിന്ന് പല സാധനങ്ങൾ മേടിക്കുമ്പോഴും അതിൻ്റെ എല്ലാം എക്സ്പയറി ഡേറ്റ് നോക്കാറുണ്ട്. പക്ഷെ ഗ്യാസ് സിലിണ്ടർ എക്സ്പയറി ഡേറ്റ് ആരെങ്കിലും നോക്കാറുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. മിക്കവാറും ആളുകൾക്കൊന്നും ഇതിനെക്കുറിച്ച് ധാരണയില്ല. അപ്പോൾ ഇനി നമ്മൾ നാളെ മുതൽ പുതുതായിട്ട് സിലിണ്ടർ മേടിക്കുന്ന സമയത്ത് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ആണ് നോക്കേണ്ടത്. ഒരിക്കലും നല്ല കളറോ ചന്തമോ അല്ല. അപ്പോൾ എങ്ങനെയാണ് എക്സ്പയറി ഡേറ്റ് നോക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കുക. ഈ റൗണ്ടിന് താഴെക്കൊണ്ടുള്ള 3 പ്ലേറ്റ് ഉണ്ട്. 1, 2, 3. ഈ 3 പ്ലേറ്റിൽ കണ്ടോ, 2 എണ്ണത്തിൽ 15.6, ഒരെണ്ണത്തിൽ C34. ഈ 15.6 എന്ന് പറയുന്നത് 4 സിലിണ്ടറിന്റെ വെയിറ്റ് ആണ്. അതായത് LPG ഇല്ലാത്ത 4 സിലിണ്ടറിന്റെ വെയിറ്റ് ആണ് 15.6. എന്നാൽ C34 എന്ന് പറയുന്നതാണ് ഈ സിലിണ്ടറിന്റെ എക്സ്പയറി ഡേറ്റ്. അതായത് C34 എക്സ്പയറി ഡേറ്റ് ആണ്. എങ്ങനെ കണ്ടെത്താം? എല്ലാവരുടെയും വീട്ടിൽ, നിങ്ങൾ നിൽക്കുന്ന എല്ലാവരുടെയും വീട്ടിൽ
സിലിണ്ടറിൽ C34 ആവില്ല എന്ന് വെച്ചിരിക്കുക. ഓരോരുത്തരുടെയും വീട്ടിൽ വ്യത്യസ്തമാവാം. A എന്നോ B എന്നോ C എന്നോ D എന്നോ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് അക്ഷരം ഉണ്ടാവാം, 2 അക്കങ്ങളും ഉണ്ടാവാം. ഈ 2 അക്കങ്ങൾ വർഷത്തെ സൂചിപ്പിക്കുന്നു, ഇയറിനെ സൂചിപ്പിക്കുന്നു. 34 എന്ന് പറഞ്ഞാൽ 2034, 2000 കാണൂല, നമ്മൾ കൂട്ടി വായിക്കണം. നിങ്ങളുടെ വീട്ടിൽ 26 ആണെങ്കിൽ 2026, 27 ആണെങ്കിൽ 2027. അപ്പൊ ABCD എന്താ കൂടി മനസ്സിലാക്കിയാൽ മതി. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 3 മാസം, ജനുവരി ഫെബ്രുവരി മാർച്ച്. B ആണെങ്കിൽ ഏപ്രിൽ മെയ് ജൂൺ. C ആണെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ. D ആണെങ്കിൽ ഒക്ടോബർ നവംബർ ഡിസംബർ. അപ്പൊ നിങ്ങളുടെ വീട്ടിലിരിക്കുന്നത് A26 ആണെങ്കിൽ അതിന്റെ അർത്ഥം 2026 മാർച്ച് 31 വരെ കാലാവധി ഉണ്ട്. B27 ആണെങ്കിൽ 2027 ജൂൺ 30 വരെ കാലാവധി ഉണ്ട്. C28 ആണെങ്കിൽ 2028 സെപ്റ്റംബർ 30 വരെ കാലാവധി ഉണ്ട്. D29 ആണെങ്കിൽ 2029 ഡിസംബർ 31 വരെ കാലാവധി ഉണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കേണ്ടത് സിലിണ്ടറിന്റെ എക്സ്പയറി ഡേറ്റ് ആയിരിക്കണം. ഞാൻ സിമ്പിൾ ആയ ഒരു ചോദ്യം ചോദിക്കട്ടെ. നാളെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സിലിണ്ടർ A25 ആണെങ്കിൽ നിങ്ങൾ മേടിച്ചു വെക്കുമോ വേണ്ട എന്ന് പറയുമോ? നാളെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സിലിണ്ടർ A25 ആണെങ്കിൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുമോ, നിങ്ങൾ റിജക്ട് ചെയ്യുമോ? റിജക്ട് ചെയ്യണം, വേണ്ട എന്ന് വെക്കണം. കാര്യം എന്താ? A25 എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു, 2025 മാർച്ച് 31. അതുകൊണ്ട് ചന്തമല്ല, ചൊറുക്കല്ല, കളറല്ല, ഈ സിലിണ്ടറിന്റെ എക്സ്പയറി ഡേറ്റ് ആണ് നോക്കേണ്ടത്. നിങ്ങൾ സുരക്ഷിതമായി അന്തി ഉറങ്ങിക്കോളൂ. നിങ്ങളെ അന്തി ഉറങ്ങാൻ അനുവദിച്ച് ഉറക്കമൊഴിച്ചുകൊണ്ട് കേരള ഫയർ സർവീസ് നിങ്ങളുടെ സംരക്ഷണത്തിൽ നിങ്ങളോടൊപ്പമുണ്ട്.